ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി. സോ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അതായത് എ എന്ന് പറഞ്ഞൊരു ഗുഡ്സിൻ്റെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് എങ്ങനെ ബി എന്ന് പറഞ്ഞ ഗുഡ്സിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ നമ്മൾ റിലേറ്റഡ് ഗുഡ്സിൻ്റെ ഇലാസ്റ്റിസിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും പിന്നെ വരുന്നത് കോംപ്ലിമെൻ്ററി ഗുഡ്സുമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാം. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ചേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ കാറ്, പെട്രോള്, അങ്ങനെയുള്ള ഗുഡ്സ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പോൾ ബ്രെഡിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് സ്വിച്ച് ചെയ്യും? ബ്രെഡല്ല, ജാമിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബട്ടറിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. സോ ജാമിൻ്റെ പ്രൈസ് ബട്ടറിൻ്റെ ഡിമാൻഡായിരിക്കും കൂട്ടുക. സോ അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ പോസിറ്റിവിറ്റി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി കോംപ്ലിമെൻ്ററി ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ പറയുന്ന ഗുഡ്സ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഒന്നിൻ്റെ പ്രൈസ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി അടുത്തതിൻ്റെ ഡിമാൻഡും കുറയുകയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിലുണ്ടാവുന്ന ചേഞ്ച് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റിക്കകത്ത് നമ്മൾ നോക്കുന്നത്. സോ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ.